സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ഇപ്പോൾ കോൺട്രാക്ടർമാരുടെ പ്രതിനിധി ഷഫീഖ് ടെലിഫോൺ ലൈനിൽ. ശ്രീ ഷഫീഖ്, നിങ്ങളാണ് ധാരണയിൽ നിന്ന് പിൻവാങ്ങിയത് എന്നാണ് പറയുന്നത്. നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് ഇപ്പോഴും തയ്യാറല്ലാതെ നിൽക്കുന്നു, അതുകൊണ്ടാണ് ഈ സമരം ഇങ്ങനെ തുടരുന്നത് എന്നുമാണ് വിമർശനം. ശരിയാണോ? സാർ, അത് ഞങ്ങൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമല്ല. കാരണമെന്ന് പറഞ്ഞാൽ 200 രൂപ നിലവിൽ കൂലി ഉണ്ടായിരുന്ന സമയത്ത് ആണ് ഈ ട്രേഡ് യൂണിയന്റെ ആൾക്കാർ പണിക്ക് വേണ്ടി വരുന്നത്. ആ സമയത്താണ് ഞങ്ങൾ ഈ 200 എന്നുള്ളത് 250 രൂപ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതും അത് പത്തനംതിട്ട ജില്ലാ ലേബർ ഓഫീസറുടെ മുമ്പിൽ ഞങ്ങൾ രേഖാമൂലം എഴുതി കൊടുത്തതുമാണ്. ഇന്ന് വിളിച്ച ചർച്ചയിൽ അവർ പറഞ്ഞേക്കുന്നത് 300 രൂപ വേണമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഞങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്ന് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. 1500 മൊത്തം കിട്ടുന്നു, 1200 നിങ്ങൾ കൊണ്ടുപോകുന്നു. പിന്നെ ഈ 20 രൂപയുടെ കാര്യത്തിലാണോ പിടിവലി നടക്കുന്നത്? ഞങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 1200 രൂപയാണ് കിട്ടുന്നത്. അത് മെറ്റീരിയൽ ഓടുന്ന, അതായത് കോൺട്രാക്ടേഴ്സിന്റെ ഓട്ടം, അതായത് പൊതുമരാമത്തിന്റെ വർക്കുകൾക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന വെറും 900 രൂപയാണ്. ഈ 900 രൂപ കിട്ടുമ്പോഴും നമ്മൾ അവർക്ക് ഒരാൾക്ക് 125 രൂപ അവർക്ക് കൊടുക്കാമെന്നും നമ്മളുടെ ഒരാൾക്ക് 125 രൂപ കൊടുക്കാമെന്നുമാണ് ഞങ്ങൾ സമ്മതിച്ചിട്ടുള്ളത്. അത് ഇന്ന് കൂടിയ ചർച്ചയിൽ ഞങ്ങൾ അത് പറഞ്ഞതാണ്. എന്നിട്ട് അത് ആ ചർച്ച പൂർത്തിയായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൽ 300 രൂപ തന്നെ വേണമെന്ന് അവർ പിടിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കത് പറയാൻ സാധിക്കുന്നത്. ശരി, ഹരിദാസ് മറുപടി. ഇത് വളരെ അവാസ്തവം. ഇന്ന് ട്രാക്ടർ ഉടമകളുടെ ആ യോഗത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഒരു വിഭാഗം ട്രാക്ടർ ഉടമകൾ 150 രൂപ യൂണിയൻ തൊഴിലാളിക്ക് നൽകാവുന്ന, ഞങ്ങൾ 300 ആവശ്യപ്പെടുന്നില്ല, തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതേപോലെ ഞങ്ങൾ തൊഴിലാളികൾ പണിമുടക്കിയിട്ടില്ല. ആഗസ്റ്റ് 5 മുതൽ അവിടെ എല്ലാ പ്രവർത്തനങ്ങളും തൊഴിലാളി ഞങ്ങളല്ല പണിമുടക്കിയത്, ഈ ട്രാക്ടർ ഉടമകളാണ്. അത് ദേവസ്വം ധാരണയാകാനാണ് ഞങ്ങൾ DLOയുടെ സാന്നിധ്യത്തിൽ തീരുമാനിച്ച 150 രൂപ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ഹൈക്കോടതി അംഗീകരിച്ച തീരുമാനം, DLO അംഗീകരിച്ച തീരുമാനം ഞങ്ങൾക്ക് പുതിയതായിട്ടൊന്നും വേണ്ട. ശ്രീ ഷഫീഖ്, ഞങ്ങൾക്ക് പുതിയതായിട്ട് ഒരു പൈസയും വേണ്ട. ശ്രീ ഷഫീഖ്, 150 ആണ് അവർ ആവശ്യപ്പെടുന്നത്. സാർ, 150 എന്ന് പറയുന്നത് ഇവർ പറയുന്ന ഒരു ലേബർ കാര്യമാണ് അവർ പറയുന്നത്. ഒരു വണ്ടിയിൽ ഒരു കറക്റ്റായിട്ടും ഉള്ള രീതിയിൽ ശബരിമല പമ്പയിൽ നിന്ന് ലോഡ് കയറ്റി ശബരിമലയിൽ കൊണ്ട് ഇറക്കണമെന്നുണ്ടെങ്കിൽ 2 ലേബേഴ്സ് നമ്മുടെ വണ്ടിയിൽ തന്നെ ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ അത് പരിപൂർണതയിൽ എത്താൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഈ ലോഡ് അവിടെ കൊണ്ട് എത്തിക്കാൻ കഴിയുള്ളൂ. അത് ഇവർ കയറ്റി വിട്ടിട്ട് അവർക്ക് നിലവിലുള്ള ആ പൈസ 125 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഇന്ന് ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ജി രാമൻ നായർ, ഇങ്ങനെ ഈ കണക്കുകൾ പറയുകയും ഭാരിച്ച ജോലിയാണ് എന്ന് ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ഇതുവഴി ഉണ്ടാകുന്നത് ഇത് കേൾക്കുന്നവർക്ക്. പക്ഷേ സത്യം ഇതല്ല എന്ന് അങ്ങേക്കും അറിയാവുന്നതാണ്. ഈ കോൺട്രാക്ടർമാർക്ക് ഈ തുക കിട്ടുന്നത്, അത് വീതം വെച്ച് ഓരോ ഭാഗത്തേക്ക് പോകുന്നത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് അതിലുള്ള താല്പര്യം, അതിലെ പങ്ക്, പണപ്പിരിവ്, ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ അവിടെ ഈ തൊഴിലാളികൾ 10-20 രൂപയുടെ കാര്യത്തിൽ ഉണ്ടാക്കുന്ന തർക്കം കാരണം ഇതാ ശബരിമല നിശ്ചലമായിരിക്കുന്നു എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് പിന്നിൽ പ്രത്യേക താല്പര്യക്കാരില്ലേ ശ്രീ ജി രാമൻ നായർ? വേണു, ഇപ്പോൾ ഇവിടെ പണിമുടക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ട്രേഡ് യൂണിയനാണ്. അതുകൊണ്ട് എനിക്കതിൽ പ്രത്യേകമായി ഒരു താല്പര്യമുണ്ടെന്ന് പറയാൻ ഇപ്പം നിവൃത്തിയില്ല. കാരണം അവിടെ NTUC ഉണ്ട്, CITU ഉണ്ട്, AITUC ഉണ്ട്, എല്ലാ വിഭാഗക്കാരുമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അത് മാത്രമാണോ കാരണം എന്ന് നമ്മൾ പ്രത്യേകമായി ഉദ്യോഗസ്ഥർ അദൃശ്യമായി ചരട് വലിക്കുന്നുണ്ടോ ഇല്ലയോ? കാരണം ഈ കോൺട്രാക്ട് കൊടുക്കുന്നതിലും പിന്നെ അതിൽ നിന്ന് പണം കൈപ്പറ്റുന്നതിലും പങ്കുവയ്ക്കുന്നതിലുമൊക്കെ മറ്റ് താല്പര്യങ്ങളാണ്. വേണു, ശബരിമലയെ പറ്റി പറയുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. അതെല്ലാം സ്ഥാനത്ത് നിന്നിറങ്ങിയ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനത് ആവർത്തിക്കുന്നത് ഒരിക്കലും ഉചിതമായൊരു കാര്യമല്ല. ശബരിമലയെ സംബന്ധിച്ച നിങ്ങൾ ദൈവഭയമുള്ളവരും ദൈവത്തെ എപ്പോഴും എല്ലാ ആപത്ത് ഘട്ടങ്ങളിലും ദൈവം തന്നെ പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഈ ദൈവത്തെ പോലും മറികടന്നുകൊണ്ട് അവിടെ വലിയ ശക്തി കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പറ്റി പറയാൻ എന്തിനാണ് ഭയക്കുന്നത്? രാഹുൽ, സത്യസന്ധമായി പറയൂ. ഇല്ല, സത്യസന്ധമായി പറയും. ഇതിന് പിന്നിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ തന്നെയാണോ? ഞാനത് പരമാവധി പറയാൻ കഴിയുന്നതിന് പരമാവധി പറയാം. ബഹുഭൂരിപക്ഷം ഉദ്യോഗസ്ഥരും നല്ലവരാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇരിക്കുന്ന കുറച്ച് പേര് എക്സ്ട്രീംലി കറപ്റ്റാണ്. മുമ്പിരുന്ന മന്ത്രിസഭയിലെ ഒരാളുടെ കൃത്യം വാക്ക്, അദ്ദേഹത്തിൻ്റെ പേര് വെളിയിൽ പറയാൻ കഴിയില്ല, അത് വെച്ച് പറയുകയാണ്, ചെമ്പൽ കൊള്ളക്കാടുകാർ കഴിഞ്ഞാൽ
ഏറ്റവും കൂടുതൽ കൊള്ള നടക്കുന്ന ശബരിമല എന്നാണ് മുമ്പിരുന്നൊരു മന്ത്രിസഭയിലെ അംഗം പറഞ്ഞത്. ഇതിന്റെ പ്രശ്നം ഒരു വരി കൂടി, വിശ്വാസികളുടെ പ്രശ്നം വല്ലതുണ്ടോ? ഒരു വരി കൂടി ഇനി ഒരു കാര്യം കൂടെ. ഞാൻ ആ രാഷ്ട്രീയത്തിലേക്കല്ല പോകുന്നത്, വിശ്വാസപരമായ ഒരു ജസ്റ്റിഫിക്കേഷനോട് കേൾക്കണം. അങ്ങനെ ആ വിഷമം തോന്നിയത് ഒരാൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അവിടെ ഇരുന്ന ഒരുപാട് പേര് നല്ലതാണ്, ഇല്ലാന്നല്ല കേട്ടോ, എല്ലാവരെയും പറയല്ല. ഒരാൾ പറഞ്ഞാണ്, അയ്യപ്പനായിട്ട് എൻ്റെ കുടുംബത്തെ നന്നാക്കാൻ എനിക്ക് അവസരം തന്നതാണെന്ന് വിശ്വസിച്ച് കക്കുന്നവരുണ്ട്. വെറുതെ പറയുന്നതല്ല, കൃത്യമായിട്ട് അയ്യപ്പനായിട്ട് എനിക്കൊരു അവസരം തന്നതാണ്. ഞാൻ സുധാരൻ സാറിനെതിരുള്ള പാർട്ടിയാണ്, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ജി സുധാരൻ സാർ ഇരുന്നപ്പോഴാണ് കുറെയൊക്കെ ഇതിന്റെ മേളിലൊരു നിയന്ത്രണം. മാത്രമല്ല ഹൈക്കോടതി ശ്രദ്ധിക്കണം. ഇവിടെ ഈ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞിറങ്ങിയാൽ നിങ്ങൾ സംരക്ഷിക്കുന്നതാരെയാണ്? ഈ കോൺട്രാക്ടർമാരെ, അവരുടെ കൂട്ടുകച്ചവടത്തെ, ദൈവത്തെക്കാൾ വലിയ ആളുകളായി ദൈവം കുടുംബം നന്നാക്കാൻ കനകാവസരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മുതൽ പിടിക്കുന്ന ആളുകളെ. അല്ല, ഞങ്ങൾ അങ്ങനെ വിശ്വാസത്തിന്റെ എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിനും അതിൽ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഒരു ഇൻഡസ്ട്രി ആയിട്ട് കാണുന്ന ആ കാഴ്ചപ്പാടിനോട് ഞങ്ങൾ വിശ്വാസികളുടെ ഇടപെടും. ഇതിൽ തന്നെ ഈ ട്രേഡ് യൂണിയന്റെ പ്രശ്നം തന്നെ ഇപ്പോഴും ഈ കോൺട്രാക്ടർമാർ മറച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ചില കോൺട്രാക്ടർമാർ ഇപ്പോഴും 300 രൂപ കൊടുക്കുന്നുണ്ട് അവിടെ കൊടുക്കുക ഈ പ്രശ്നം പരിഹരിക്കുക. പിന്നെ തൊഴിലാളികളെല്ലാം വിശ്വാസത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതാകില്ല. അവർ 21 ഐറ്റങ്ങൾ പൂജയ്ക്കുള്ള നിത്യേന പൂജയ്ക്കുള്ള മലര് മറ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളെന്നും തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ ആദ്യ സമരവുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ പ്രശ്നം വിശ്വാസത്തിൻ്റെ പ്രശ്നം, വിശ്വാസികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രേഡ് യൂണിയൻ പ്രശ്നമല്ല, അവിടെ പൂജ തടസ്സപ്പെടുത്തരുത്, അതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ വിശ്വാസികൾ ഇടപെടും. ഇത് ഇൻഡസ്ട്രി ഇൻഡസ്ട്രി കൈകാര്യം അല്ല, അങ്ങനെയല്ല. ആ ഒരു ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാതെ ഇരിക്കുന്ന മുൻകരുതൽ എന്നുള്ള നിലയിൽ പറഞ്ഞതാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നം പരിഹരിക്കേണ്ടത് ഗവൺമെന്റും ദേവസ്വം ബോർഡുമാണ്. ഇതാരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി പരിഹരിക്കാനുള്ള രാഹുലിനെ സഹായിക്കാൻ കഴിയുക. രാഹുൽ, ഈ ഒരു ഏകശിലാരൂപമല്ലല്ലോ പ്രയാറ് പറയുന്നു, എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ വന്നാലും ഞാൻ ഏത്തമിടണോ? അപ്പൊ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിഭജിച്ചും പറയാം. ഇതൊരു ഏകശിലാരൂപമല്ല, ഒരുപാട് പവർ സെന്റേഴ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ പവർ സെന്റേഴ്സ് ഉണ്ട്. ആ മൾട്ടിപ്പിൾ പവർ സെന്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ, ഞാൻ എല്ലാവരെയും കൂട്ടെ, പൂജാ കാര്യങ്ങൾ നിൽക്കുന്നവരെയും കൂടെ കൂട്ടിയാണ് പറയുന്നത്. ഒരുപാട് വർഷം നേരിട്ട് കണ്ടിട്ടുള്ള സാധനങ്ങളുണ്ട്, ഒരുപാട് കാര്യം. ഇതിന്റെ സാങ്ക്ടിറ്റി എല്ലാം അവിടെ ഉണ്ട്, ഇല്ലെന്നല്ല. ഇത് ചെയ്യുന്നത് 1% അല്ലെങ്കിൽ 10% ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം നല്ലതാണ്. ഇപ്പോൾ ഇരിക്കുന്ന പ്രസിഡന്റും പ്രയാർ സാറും അജയ് തറയിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണ്, അവരൊന്നും അല്ല. പക്ഷേ 1% ആൾക്കാർ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, അവിടെ മകരവിളക്ക് ജനുവരി 14 നിൽക്കാൻ 5000 രൂപയ്ക്ക് വിൽക്കുന്നവരെ എനിക്കറിയാം. നിൽക്കാൻ ഞങ്ങൾക്ക് പോലീസ് പറയാനല്ലേ പറ്റൂ. വെറുതെ മകരവിളക്കിന് സന്നിധാനത്ത് നിൽക്കാൻ കാശ് മേടിച്ചിട്ട് വിൽക്കുന്ന ഭരണ സംവിധാനത്തിലുള്ളവരെ അടക്കം, അതായത് ഒരു 10 പേരെ നിർത്തി 50,000 രൂപയാണ് കിട്ടുന്നത്. ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരോട് കൂടി ചേർന്ന് ചില ഉദ്യോഗസ്ഥർ, ഇനി എനിക്ക് തിരിച്ചവിടെ എല്ലാം ഉള്ളതുകൊണ്ട് ചില ഉദ്യോഗസ്ഥരോട് ചേർന്ന് ഒറ്റ വഴിയേ ഇതിനുള്ളൂ. അതായത് ഹൈക്കോടതി ഇതിൽ കാര്യമായി ശ്രദ്ധിക്കണം. അതുകൊണ്ട് മുത്തശ്ശൻ മുമ്പിരുന്നൊരു കാലഘട്ടത്തിൽ ദേവസ്വം, അതായത് മേൽശാന്തി നിയമനത്തിന് പോലും ഹൈക്കോടതി ഒരു ഒബ്സർവറെ അയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ഫുൾ ടൈം അതിൻ്റെ കാര്യം എല്ലാം കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. പല കാര്യങ്ങൾ, റൈറ്റ് ടു ഇൻഫർമേഷൻ അടക്കം എൻ്റെ പരാതിയുടെ അടിയിലാവുന്നത്. കാരണം ഓരോ വർഷവും ചാർജ് എക്സ്പോണൻഷ്യലി കൂടും. ഈ ആൾ കൂടി ആ പാമ്പ് ചാവില്ല എന്നൊരു സിസ്റ്റമാണ് അവിടെ. അതുകൊണ്ട് നമുക്കൊരു സിസ്റ്റം വരുമ്പോൾ കുറേ കൂടെ ഏകശില അല്ലെങ്കിൽ ഈ വെർട്ടിക്കൽ സ്ട്രക്ചർ നമ്മൾ പറയുമല്ലോ, ഒരു വെർട്ടിക്കൽ സ്ട്രക്ചറുള്ള, ദേവസ്വം പ്രസിഡന്റിന് അധികാരങ്ങളുള്ള, ദേവസ്വം മന്ത്രിക്ക് സേ ഉള്ള ആ രീതിയിലൊരു ഇൻക്ലൂസീവ് സ്ട്രക്ചർ വേണം. 90% ഉദ്യോഗസ്ഥർ നല്ലതാണ്, പക്ഷേ ചില ആൾക്കാർ പലപ്പോഴും ദേവസ്വം പ്രസിഡന്റിനെയോ മെമ്പറെയോ കേൾക്കാതെ അവരുടേതായ താല്പര്യങ്ങൾ, ഒരു വരി കൂടി, ഇവരാണ് വർഷങ്ങളോളം ഇരിക്കുന്നത്, ഇവർക്കാണ് ഇതിൻ്റെ എല്ലാ ലൂപ്പ് ഹോൾസും അറിയാവുന്നത്. വന്നിട്ട് പോകുന്ന 2-3 വർഷം ഇരിക്കുന്ന മെമ്പർമാർക്കോ പ്രസിഡന്റിനോ ബാക്കിയുള്ളവർക്കോ ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസ് അറിയില്ല. അപ്പോൾ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുന്ന കുറേ ആൾക്കാരും ഇവരും തമ്മിൽ എന്നും ഒരു കോൺഫ്ലുവൻസ് ഉണ്ടെന്നുള്ളത് അവിടെ പോയ എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. ശരി, ഞാൻ ഒരു ഇടവേളയിലേക്ക് കൂടി പോകാൻ, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രൈമിൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് ശ്രീ ജി രാമൻ നായർ നാളെ ഇപ്പോൾ ഇടപെടുമെന്ന് തന്നെയാണ് മന്ത്രി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ സഹകരണം വേണം. പ്രയാർ ഇപ്പോൾ വളരെ ഉദാരമായൊരു മനസ്സുമായി, മന്ത്രി പറഞ്ഞത് ഞാൻ കേട്ടു, സമ്പൂർണ്ണമായ സഹകരണം ഉണ്ടാകും എന്നൊക്കെ തട്ടിവിടുന്നതാണ്. നാളെ വളരെ വൈകാരികമായിട്ടായിരിക്കും അദ്ദേഹം ഒരു ഘട്ടം വരുമ്പോൾ പ്രതികരിക്കുക. ഈ രൂപത്തിൽ ഒരു സംഘടന സ്വഭാവത്തിലേക്ക് പോകാതെ താങ്കൾ തന്നെ പറയുന്ന പ്രകാരത്തിൽ ഈ വിഷയം പരിഹരിക്കുന്നതിന് പ്രയാറും മുതിരേണ്ടേ? നിശ്ചയമായിട്ടും ദേവസ്വം ബോർഡാണ് ഇതിനകത്ത് ഏറ്റവും മുൻകൈ എടുക്കേണ്ട ഒരു സ്ഥാപനം. കാരണം ശബരിമല സീസൺ ഭംഗിയായി നടത്തുക എന്നുള്ളത് ദേവസ്വം ബോർഡിൻ്റെ പ്രാഥമികമായ ചുമതല. അത് ഏറ്റവും ഭംഗിയായി നടത്താനുള്ള എൻ്റെ ചുമതലക്കാരനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ കാര്യത്തിൽ വളരെയേറെ സഹകരണത്തോടു കൂടി
ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകൾ അത് വിശ്വാസയോഗ്യമാണെങ്കിൽ നിശ്ചയമായിട്ടും ആ വാക്കുകളിൽ നിന്നും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിൻ്റെതായ എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്ത് നമ്മൾ ഈ കാര്യത്തിന് പരിഹാരമുണ്ടാക്കണം. കോടാനുകോടി ഭക്തജനങ്ങൾ എത്തേണ്ട ഈ മഹാസന്നിധാനം ഒരു പണിമുടക്കിൻ്റെയോ സമരത്തിൻ്റെയോ മേഖലയാക്കി മാറ്റുന്നു എന്ന് വ്യാപകമായി പ്രചരണം കിട്ടും. നമുക്ക് ഒരിക്കലും ഒരു കാര്യം കൂടി ശ്രീ ജി രാമൻ നായർ, ഈ കരാർ പരിപാടി ഒന്ന് നിയന്ത്രിക്കേണ്ടതല്ലേ? ഈ കരാർ എല്ലാത്തിനും ഇങ്ങനെ കൊടുക്കുക, ഇപ്പൊ താങ്കളുടെ കാലത്തും അതെ ഒരുപാട് വിമർശനങ്ങൾ അന്നും ഉയർന്നു വരികയുണ്ടായി. ഈ പറയുന്ന അരവണയുടെ കാര്യത്തിലും അതിൻ്റെ ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിലും ഇതെല്ലാം കരാറാണ് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ താല്പര്യങ്ങളുണ്ട്. ഇത് പിടിക്കാൻ എന്താണ് പോംവഴി? അരവണയൊന്നും കരാറായിട്ടല്ല, അരവണയൊക്കെ ദേവസ്വം ബോർഡ് തന്നെ ഉണ്ടാക്കുന്നതാണ്. വേണം ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ 2004 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു റോപ്പ് വേ ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചന വന്നു. അപ്പോൾ ആ റോപ്പ് വേ അതിൻ്റെ ആ പദ്ധതിയെ ആ റോപ്പ് വേ എന്നുള്ള പദ്ധതി എല്ലാവരും കൂടി തടസ്സപ്പെടുത്തി. പ്രധാനമായി അതിൻ്റെ പിന്നിൽ ഈ ട്രാക്ടർ കൊണ്ടുവരുന്ന ആളുകളും അതിനോട് ബന്ധപ്പെട്ട ആളുകളുമായിരുന്നു. കാരണം റോപ്പ് വേ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന എന്താണെന്ന് താങ്കൾക്കറിയാം. അപ്പോൾ ഒരു റോപ്പ് വേ വരിക എന്ന് പറയുന്നത് കുറേ കൂടി നന്നായി സാധനങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകുന്നതിനും വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുന്നതിനും വേണ്ടി അന്ന് ആലോചന നടത്തി. പലപ്പോഴും ഇത്തരം ആലോചനകളെ നേരത്തെ ശ്രീ രാഘുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഒരു ഗൂഢസംഘം, അതെല്ലാവരും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ശബരിമലയുടെ നടത്തിപ്പിനും അതിൻ്റെ കാര്യത്തിലുമെല്ലാം ബന്ധപ്പെട്ട് വർഷങ്ങളായി അഴിഞ്ഞുകൂടിയിരിക്കുന്ന കുറേ മാലിന്യങ്ങളുണ്ട്. ആ മാലിന്യങ്ങളെ മാറ്റാൻ 2 വർഷം പ്രസിഡൻ്റായിരുന്ന എനിക്കോ 3 വർഷം പ്രസിഡൻ്റായിരുന്ന ശ്രീ ഗോപാലകൃഷ്ണനോ 4 വർഷം പ്രസിഡൻ്റായിരുന്ന മറ്റാളുകൾക്ക് ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. കാരണം അത് വർഷങ്ങളായി അവിടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന കുറേ ശക്തികളുണ്ട്. ആ ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടം ഉണ്ടാകണം. അതിന് കേരള ഹൈക്കോടതിയുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളുടെയും എല്ലാ ഇടപെടലുകളും ഉണ്ടാകണം. ശരി, കുറെ സുതാര്യമായി കാര്യങ്ങൾ മുന്നോട്ട് വരണം. ശരി. ശ്രീ ഹരിദാസ്, നാളെ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് ഒരു മുൻകൈ വരികയാണ്. നിങ്ങൾ പറയുകയുണ്ടായി ഈ കോൺട്രാക്ടർമാരിൽ ഒരു വിഭാഗവും നിങ്ങളോട് സഹകരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് പൊളിക്കാൻ നിൽക്കുന്ന ആളുകളുടെ ഉപകരണമാകരുത് നിങ്ങളുടെ നിർബന്ധ ബുദ്ധി പോലും. എങ്ങനെ പരിഹാര നടപടികളുമായി സഹകരിക്കാനാണ് ആലോചിക്കുന്നത്? ശ്രീ വേണു, ഇന്ന് ഈ പ്രശ്നം തീർന്നേനെ. പറഞ്ഞോളൂ ഹരിദാസ്. ശ്രീ വേണു, ഇന്ന് ഈ പ്രശ്നം തീർന്നേനെ. ഇന്ന് ഈ പരിപാടി പൊളിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹമാണ്. കാരണം അദ്ദേഹമായിട്ട് സംസാരിച്ച ചില ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞു നമ്മളുമായിട്ട് സംസാരിക്കാൻ അദ്ദേഹം സമയം ചോദിച്ചിട്ടുണ്ട്, ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കാൻ അദ്ദേഹത്തിന് ഞങ്ങൾ സമയം കൊടുത്തു. പത്തനംതിട്ട TV ഗസ്റ്റ് ഹൗസിലോ വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം അതിന് മുമ്പായിട്ട് ട്രാക്ടർ ഉടമകളെ വിളിച്ചുകൂട്ടി പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്ക്, അവർ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കേണ്ടതില്ല, ഞാൻ ആവശ്യമായ സംരക്ഷണം തരാം നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് പൊളിച്ചിട്ട് അതൊക്കെ അദ്ദേഹം പറഞ്ഞോട്ട് തൊഴിലാളികൾക്കും അവർക്ക് ഈ കോൺട്രാക്ടർമാർക്കും ഉത്തരം ബോധ്യമുണ്ടല്ലോ. ഒന്ന്, മറ്റൊന്ന്, വ്യവസായ തർക്ക നിയമം അവിടെ നടപ്പാക്കേണ്ട, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതൊന്നും ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്കെല്ലാം തയ്യാറാണ്, ഞങ്ങൾ മുഴുവൻ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. പക്ഷേ അവിടെ ഇവരുടെ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു പറ്റം വെള്ളാനകൾ ഈ പ്രശ്നം തകർക്കുന്നത് അതിലൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് നടിച്ച് എനിക്കിതൊന്നും ബന്ധമില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല, പാകിസ്ഥാനി നാരണ്ടൊക്കെ അവിടെ പണിക്ക് വന്നു എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന അവാസ്തവമാണ്. 100% തൊഴിലാളികളും ഭക്തരാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല, അങ്ങനെ വികാരം ആളിക്കത്തിക്കാനും നിൽക്കരുത്. അതിന്റെ പേരിൽ നിങ്ങൾ സംരക്ഷിക്കുന്നത് അഴിമതിക്കാരെയാണ്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു സമീപനമല്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. ഞങ്ങൾ ഒരിക്കലും വിശ്വാസത്തിന്റെ പ്രശ്നമായിട്ട് തൊഴിലാളികളുടെ അവകാശം നിഷേധിക്കണമെന്നല്ല. ഇതിൽ തൊഴിലാളികൾക്ക് ആനുകൂല്യം കുറച്ച് കിട്ടിയാൽ അതിൽ ലാഭം ഉണ്ടാക്കുന്നത് ദേവനല്ലല്ലോ, ഇത് കിട്ടുന്നത് ആർക്കാ? കോൺട്രാക്ടർക്കല്ലേ. ഇത് വിശ്വാസിയുടെ അവിശ്വാസമല്ല. വിശ്വാസിയുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ ഈ ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ ആയാലും അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി പോലെ ഇതിനെ കണ്ടുകൊണ്ട് അതിൻ്റെ പൂജയും അത് അനുഷ്ഠാനങ്ങളും തടസ്സപ്പെടുത്തരുത് എന്നുള്ളൊരാഗ്രഹമേ ഉള്ളൂ ഞങ്ങൾക്ക്. അതോടൊപ്പം തന്നെ ഈ കോൺട്രാക്ടർമാരും ചില ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ബിനാമികളും കൂടി നടത്തുന്ന ഈ കൊള്ള അവസാനിപ്പിക്കേണ്ടതാണ്. അല്ല, എനിക്ക് തൊഴിലാളി സംഘടനാ നേതാവിനുള്ള ഒരു അഭ്യർത്ഥന, എനിക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അറിയില്ല, നിങ്ങൾ പറയുന്നത് ന്യായമായിരിക്കാം, പക്ഷേ പ്രയാർ സാറിനെ അടുത്തറിയുന്നതുകൊണ്ട് പറയുകയാണ്, പ്രയാർ സാർ വളരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന, ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാൽ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടരുത്. അദ്ദേഹം ആ ഭക്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഏത് കമ്മ്യൂണിക്കേഷനും അദ്ദേഹം സ്വീകരിക്കും. തർക്കങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, കാര്യം അദ്ദേഹം കുറച്ച് എന്താ പറയണേ സ്പോണ്ടേനിയസ്ലി റിയാക്ട് ചെയ്യുന്ന, മനസ്സിൽ കള്ളം വെച്ച് വേറെ ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. പ്രയാർ സാറും അജയ് തറയിൽ സാറിനോടും സംസാരിക്കാൻ തയ്യാറാകണം. എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം, അതിനൊരു തുറന്ന മനസ്സുണ്ടാവും. ശരി. ഈ പ്രശ്നം നാളെ സർക്കാർ ഇടപെട്ട് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു ഉറപ്പാണ് ദേവസ്വം മന്ത്രി നൽകിയത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.